രണ്ട് മൂന്ന് കാര്യങ്ങൾ സാറ് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കിയിട്ട് പറയാം. അടുത്ത മാസം മുതൽ ഇന്ദിരാ ഗ്യാരണ്ടി ക്ഷേമ പെൻഷൻ 3000 രൂപ, ഓരോ കുടുംബത്തിനും 25 ലക്ഷം ആരോഗ്യ ഇൻഷുറൻസ്, സ്ത്രീകൾക്ക് KSRTC ഫ്രീ യാത്ര, കോളേജ് ഗേൾസ് 1000 രൂപ, യുവാക്കൾക്ക് 5 ലക്ഷം രൂപ. ഇതൊക്കെ അടുത്ത മാസം മുതൽ കൊടുത്തു തുടങ്ങണം. ഒരു ഉത്തരവ് മുഖ്യമന്ത്രി തലത്തിലുണ്ടായാൽ അത് അവർ പറയുന്ന സമയത്തിന് ഡിപ്പാർട്ട്മെൻറ്റിൽ അത് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ കുടിശ്ശിക ഉൾപ്പെടെ കിട്ടും. അതിലൊരു സംശയമില്ല. പക്ഷേ കുറച്ച് കാലതാമസം വരും. ഞാൻ വാട്ടർ അതോറിറ്റി വ്യക്തിയാണ്. പിണറായി സാറിൻ്റെ കാലത്ത് കിട്ടാനുള്ള കുടിശ്ശിക ഞങ്ങൾക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല. അത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ട് തരുന്നതല്ലല്ലോ. അത് ഡിപ്പാർട്ട്മെൻറ്റലായിട്ട് ആലോചിച്ച് അവർക്കത് എങ്ങനെ ജീവനക്കാർക്ക് തരാൻ പറ്റും, അല്ലെങ്കിൽ പെൻഷൻകാർക്ക് തരാൻ പറ്റും എന്ന് നോക്കിയിട്ടേ അവർക്ക് തരാൻ പറ്റുള്ളൂ. പിടിയിൽ നിന്നൊന്നും എടുത്ത് തരാൻ പറ്റൂല. അത് കുടുക്കെ ചോറും കറി എന്ന് പറഞ്ഞാൽ കിട്ടുന്ന സാധനമല്ല. അത് എങ്ങനെയാണെന്നുള്ള അതിൻ്റെ സാമ്പത്തികമെല്ലാം നോക്കി ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സാങ്ഷനോടുകൂടി മാത്രമല്ലേ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുവരെ ഒന്ന് കാത്തിരിക്കുക, നോക്ക് എങ്ങനെയാണ് അത് മുന്നോട്ട് പോകുന്നതെന്ന്. ഒരാൾ വന്നതല്ലേ ഉള്ളൂ, ഒന്ന് ഇരുന്നിട്ട് ഉത്തരം തരും. അതിനു മുന്നേ അദ്ദേഹത്തെ ഞെരുക്കി പിതുക്കി കൊന്നുകളയല്ലേ. അദ്ദേഹം ഒന്ന് ഇരുന്നോട്ട്.